സന്ധ്യയിലൂടെ ജീവിതം സുഗമമാക്കുക എന്നതാണ് പ്രകൃതി നൽകുന്ന പാഠമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. സഹകരണവും സൗഹൃദവും ആവശ്യപ്പെടുന്ന കാലമാണ് ഇത്. അത്തരം ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ പ്രകൃതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. വൃക്ഷത്തോട് അനുമതി വാങ്ങി മുറിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിൽ ഉള്ളത് എന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 1-ാം ദിനം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ജനനത്തിനും മരണത്തിനും മധ്യത്തിലുള്ള ജീവിതം ഇടവേളയ്ക്ക് പ്രസക്തിയും പ്രാധാന്യവും കൈവരുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. പ്രകൃതിയോടും സഹജീവനുള്ള മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ ധർമ്മം നിറവേറ്റുമ്പോഴാണ് നല്ല കർമ്മം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാമായിരുന്നു. ഓരോ ആപത്തും ഇത് മഹാമാരിയാകട്ടെ, പ്രക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായി 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസം. മനുഷ്യരും തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദം പ്രാപിക്കുക, ശക്തിയായി സഹവാസം നടത്തുക. ഈ 3 കാര്യങ്ങൾ കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കില്ലെങ്കിൽ അത് ജീവിതത്തിലെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നുള്ളതാണ് സത്യം. സന്ധ്യ സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അത്തരമൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോട് സ്വീകരിച്ചിരിക്കുന്നത്.